നല്ല ഈ കൂട്ടായ്മയോ ഞാൻ എൻ്റെ ദൈവത്തെ സർവമഹത്വവും പുകഴ്ചയും ബഹുമാനവും കൊടുത്ത് ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഇവിടെ ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ പ്രിയ പാസ്റ്റർ ജോൺ തോമസ് അവർക്ക്, അതുപോലെ പാസ്റ്റർ വർഗീസ് അച്ചാന്, സണ്ണി പാസ്റ്റർ, ബാബുച്ചാൻ, എല്ലാവരും എന്നെ നേരത്തെ അറിയുന്നതാണ്. ബാബുച്ചാൻ ഫാമിലി. അതുപോലെ 2008 പരിചയപ്പെട്ട ആളാണ് പാസ്റ്റർ അലക്സ്. ഇങ്ങനെ ഒരുമിച്ച് തന്ന ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു. വിശേഷാൽ വളരെ അനുഗ്രഹത്തോടെ ആത്മനിറവിൽ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്ത ആൽവിൻ പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ശക്തിയോടെ നിൽക്കാൻ, പ്രത്യേകിച്ച് വടക്കേന്ത്യയിലൊക്കെ അവിടുത്തെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കാണാൻ ഭാഗ്യമൊത്തല്ലോ. കർത്താവിൻ്റെ ദാസനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എൻ്റെ വന്ദനത്തെ ഓർപ്പിക്കുന്നു. സമയം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് ദൈവവചനം സംസാരിക്കുക എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ 32 വർഷമായി കർത്താവായ യേശുവിനെ പ്രസംഗിക്കാൻ ദൈവകൃപ നൽകി. ഇന്ന് ഞാനിതായിരിക്കുന്നത് ദൈവവചനത്താലാണ്. ആ ദൈവവചനത്തിന് ഏറ്റവും ബഹുമാനം കൊടുത്ത് നല്ല ചില കാര്യങ്ങളെ മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ കുടുംബം, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ, മോള് വിവാഹിതയായി, പിന്നെ ഞങ്ങൾക്ക് 3 മക്കളായി. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. കൂടുതൽ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ സമയത്തെ കളയത്തില്ല. കഴിഞ്ഞ 25 വർഷമായി ഞാൻ വടക്കേന്ത്യയിലാണ്. ആദ്യം ഡൽഹി, പിന്നെ ഇൻഡോർ, അത് കഴിഞ്ഞ് പൂനായി. കർത്താവിൻ്റെ കൃപയാൽ ഈ വർഷം ഞങ്ങൾ മടങ്ങി മലബാറിലേക്ക് വന്നു. കാരണം കേരളത്തോട് എനിക്ക് അല്പം ഭാരം. നമ്മളെല്ലാവരും വടക്കേന്ത്യയെക്കുറിച്ച് പ്രവർത്തിക്കുകയും ശുശ്രൂഷിക്കുകയാണ്. അതിന് കൃപ ലഭിച്ചവർ അത് ചെയ്യട്ടെ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാരം തന്നിരിക്കുന്നത് സഭയെക്കുറിച്ചാണ്. എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഭാരം ഏറ്റവും കൂടുതൽ സഭയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ ഓർത്താണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു നിലയിലാണ് ഞാൻ ശുശ്രൂഷിക്കുകയും ഈ ദിവസങ്ങളിൽ ചെയ്യുകയും ചെയ്യുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് അടുക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തരികയും അങ്ങനെ എഴുതാൻ, വലിയ ജ്ഞാനിയൊന്നുമല്ല, എഴുതാൻ കർത്താവ് കൃപ നൽകിയ ഒരു പാട്ടിൻ്റെ ഈരടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ഇൻഷുറൻസിൻ്റെ ABC ഒന്നും അറിയത്തില്ല, ഇതിൻ്റെ പിക്ചർ ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ ടൂണും ദൈവം തന്നതാണ്, ലിറിക്സും ദൈവം തന്നതാണ്. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മളെ കാൽവരിയിൽ കണ്ടതുകൊണ്ട് വളരെ നന്ദിയുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദിയപ്പ കാൽവരിയിൽ എന്നെ കണ്ടതിനാ, തന്നുയിർ തന്നെന്നെ സ്നേഹിച്ചതാ. നന്ദിയപ്പ 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 കാൽവരിയിൽ എന്നെ കണ്ടതിനാ, തന്നുയിർ തന്നെന്നെ സ്നേഹിച്ചതാ. നന്ദിയപ്പ നന്ദിയപ്പ. ഞാൻ ശത്രുവായിരുന്നപ്പോൾ തന്നെ ഒരു പാപിയായി ഉരുവാകും മുൻപേ, ഞാൻ ശത്രുവായിരുന്നപ്പോൾ തന്നെ ഒരു പാപിയായി ഉരുവാകും മുൻപേ
മിത്രമായി സ്നേഹിച്ച പരനെ നിത്യസ്നേഹം അവർണ്യമത്. മിത്രമായി സ്നേഹിച്ച പരനെ നിത്യസ്നേഹം അവർണ്യമത്. നന്ദിയപ്പ നന്ദിയപ്പ കാൽവരിയിൽ എന്നെ കണ്ടതിനാ തന്നുയിർ തന്നെന്നെ സ്നേഹിച്ചതാ. നന്ദിയപ്പ 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 കാൽവരിയിൽ എന്നെ കണ്ടതിനാ തന്നുയിർ തന്നെന്നെ സ്നേഹിച്ചതാ. നന്ദിയപ്പ നന്ദിയപ്പ പെറ്റ അമ്മയേക്കാളെന്നെ പോറ്റും നല്ല അപ്പനെ പോലെന്നെ കാക്കും. പെറ്റ അമ്മയേക്കാളെന്നെ പോറ്റും നല്ല അപ്പനെ പോലെന്നെ കാക്കും. സ്വസ്ഥമായി നടത്തും നല്ല ഇടയൻ പച്ചയാ പുൽപ്പുറങ്ങളിൽ. സ്വസ്ഥമായി നടത്തും നല്ല ഇടയൻ പച്ചയാ പുൽപ്പുറങ്ങളിൽ. ചേർന്ന് നന്ദിയപ്പ നന്ദിയപ്പ കാൽവരിയിൽ എന്നെ കണ്ടതിനാ തന്നുയിർ തന്നെന്നെ സ്നേഹിച്ചതാ. നന്ദിയപ്പ നന്ദിയപ്പ ഒരിക്കലൂടെ നന്ദിയപ്പ ഓ നന്ദിയപ്പ കാൽവരിയിൽ എന്നെ കണ്ടതിനാ തന്നുയിർ തന്നെന്നെ സ്നേഹിച്ചതാ. നന്ദിയപ്പ നന്ദിയപ്പ ദാഹം തീർത്തിടും ജീവ നദിയ ജീവനാഥനാനന്ദ നദിയ. ദാഹം തീർത്തിടും ജീവ നദിയ ജീവനാഥനാനന്ദ നദിയ. അളവുകളില്ലാതെ പകർന്നിടുമേ ആത്മനീതി സമാധാനം. അളവുകളില്ലാതെ പകർന്നിടുമേ ആത്മനീതി സമാധാനം. സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യം ഒരാൾ ശബ്ദമേറ്റ് വായിക്കും. അവൻ ഈ ഉപമയിൽ പറഞ്ഞു, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടിട്ടതാണ്. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു കാണുന്നില്ലതാനും, അതിനെ വെട്ടിക്കളക. അത് 2 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്കെ. സുപരിചിതമായ ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ചത്. രണ്ട് ഭാഗങ്ങൾ. ഒന്ന്, നല്ല മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നല്ല പ്രതീക്ഷയോടുകൂടെ തോട്ടക്കാരൻ നട്ട ഒരു അത്തിവൃക്ഷം. നമുക്ക് ഈ ലഭിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത് ഈ കസേരകളൊന്നും കാലിയെന്ന് ഓർത്ത് എൻ്റെ കുഞ്ഞാനും ബസ് എനിക്ക് യാതൊരു വിഷമമില്ല. കാരണം കർത്താവിൻ്റെ കോളം അനുസരിച്ച് ഇവിടെ ഇപ്പോൾ 10 ആരാധനയ്ക്കുള്ള ആളുണ്ട്. ആമേൻ. നമ്മൾ ഏത് കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയിലെ ഒരു വസ്തുക്കളെ ഉണ്ടാക്കിയവരല്ല.
കഴിഞ്ഞാലും അതിന് ജീവനില്ല. എന്നാൽ സകലത്തെയും വാക്കുകളാൽ ഉളവാക്കിയവൻ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവത്തിന് കേട്ടോ 3 പേര് മതി എഴുന്നള്ളാൻ. മനസ്സിലായ എത്ര പേരുണ്ട്? 3 പേര് മതി എഴുന്നള്ളാൻ, 2 പേര് മതി എഴുന്നള്ളാൻ. ഹല്ലേലൂയ. ഒറ്റയ്ക്കുള്ളിടത്തും ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെയാണ് ഇരിക്കുന്നത് ബോധ്യമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുക്കാൻ മറക്കരുത്. നമ്മളൊരു പോഷനെ പോലെ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ മടിക്കരുത് കേട്ടോ. ദൈവത്തിന്റെ ആ തേജസ്സിനെയും മഹിമയും ഒക്കെ കണ്ട് ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്ന ഒരു സന്തോഷം നമ്മളിൽ ഉണ്ടാകണം. കാരണം നമ്മളിൽ വ്യാപരിക്കുന്നത് സാധാരണ ആത്മാവല്ല. ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപേയുള്ള ആത്മാവല്ല ഇപ്പോൾ വ്യാപരിക്കുന്നത്. ഇപ്പോൾ സ്വർഗത്തിലെ സന്തോഷ വിഷയമായ യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ആമേൻ. ഞാൻ പലപ്പോഴും ഈ സ്വർഗത്തിലെ സന്തോഷമൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പറയിച്ചാൽ എന്നാ കാര്യം അറിയാമോ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു മമ്മി? ഒരു കാലത്ത് പിതാവ് മാനവജാതിയുടെ പോക്ക് കണ്ട് ദുഃഖിച്ചവനല്ലായിരുന്നു വെച്ചാൽ ദുഃഖിച്ചില്ലേ? അനുദവിച്ചില്ലേ? നോഹയുടെ കാലത്ത് ആ അനുദവിച്ച ദൈവത്തിന്റെ മറുപടിയാ കാൽവരി ക്രൂശിലെ യേശുവിന്റെ മരണം. നമ്മൾ ഈ കാൽവരി ഈ ക്രൂശിലെ മരണത്തെയും ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെടുത്ത കാര്യങ്ങളെയൊക്കെ നമ്മൾ നന്നായി പഠിച്ച് ധ്യാനിക്കണം കേട്ടോ. ഇവിടെ വായിച്ച ഭാഗത്തേക്ക് വരാൻ ഇന്ന് സമയം കിട്ടുന്നില്ല. എനിക്ക് ഒത്തിരി സമയം വേണ്ടതാണ്. ആമേൻ. കാരണം ഈ ദൈവവചനം അതിൻ്റെതായ നിലയിൽ നമ്മളത് ഗ്രഹിക്കണം. ഇവിടെ തോട്ടക്കാരൻ ആമേൻ നല്ല പ്രതീക്ഷയോടുകൂടെ നട്ടിരിക്കുകയാണ് ഒരു വൃക്ഷത്തെ. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യമായ യജമാനൻ ഫലം തെരഞ്ഞു വന്നവനല്ല. അല്ലേ? ഞാനത് യേശുവിനെയാണ് കാണുന്നത് കേട്ടോ. അല്ലേ സാർ? ഫലം തെരഞ്ഞു വരുന്നവനാണ്. തോട്ടക്കാരനപ്പ ആരായി? തോട്ടക്കാരനപ്പ ആരായി? നിങ്ങൾ പറയും യേശുവാണ്. ഞാൻ വേദപുസ്തകത്തിൽ ഇങ്ങനെ പഠിച്ചു പോയപ്പോൾ യോഹന്നാൻ പറയാ, ആമേൻ, യേശു പറഞ്ഞ വാചകമാണ്, സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓർക്കേണ്ടത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് ആരാ? ആമേൻ. ഫലം കേട്ടോ. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചല്ലാതെ ആർക്കും ഫലം കഴിക്കാൻ കഴിയത്തില്ല. അപ്പൊ ക്രിസ്തു യേശു ആമേൻ നമ്മളെല്ലാവരും ഫലം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? അത് പ്രായം ചെന്നോർത്ത് ഫലമില്ലാതാകത്തില്ല എന്ന് ഒരിക്കലും ധരിക്കരുത്. നരയ്ക്കുന്ന കാലത്തും കണ്ടോ, ഉഷ്ണം തട്ടിയാലും വാടിപ്പോകാത്ത നിലകളിൽ സംരക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയുള്ള ഉടയവനാണ് നമ്മുടെ കൂടെ ഉള്ളവൻ. ഗ്രഹിച്ചൊരു സ്തോത്രം ചെയ്തേ. അവൻ ലോകം നമ്മളോട് പറയുന്നു നിങ്ങൾ പ്രായമായി. ലോകം നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അസ്ഥി ക്ഷീണിച്ചിരിക്കുന്നു, നിങ്ങളുടെ മാംസം ക്ഷീണിച്ചിരിക്കുന്നു, നിങ്ങളുടെ മുടി നരച്ചിരിക്കുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മെ കണ്ട് സന്തോഷിക്കുന്നു എന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്റെ ശരീരം ബലഹീനമായാലും, എന്റെ അസ്ഥി ക്ഷയിച്ചാലും, എന്റെ നടു കുനിഞ്ഞാലും, എന്റെ തല നരച്ചാലും, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നവൻ, എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ഇപ്പോഴും എന്നെ കുറിച്ച് പ്രതീക്ഷയുള്ളവനാണ്. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അവിടെയല്ലേ ജെരമ്യാ പറയുന്നത്, 17-ാം അധ്യായത്തിൽ പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുവിൽ നട്ടിരിക്കുന്നതും ഉഷ്ണം തട്ടിയാലും വാടി പോകാത്തവനായിരിക്കും എന്ന് പറഞ്ഞാൽ സ്തോത്രം. അതിനകത്ത് പ്രായമുള്ള ആവശ്യ പ്രായമില്ല. ലോകം നിന്നെ നോക്കി ആമേൻ നിന്റെ തല നരച്ചു, നിന്റെ ആമേൻ മുഖം കുഴിഞ്ഞു, ആമേൻ നിന്റെ അസ്ഥി ക്ഷീണിച്ചു, ആമേൻ കടന്നുപോയി, കാര്യം ഒന്നും നടക്കത്തില്ലെന്ന് സ്വയം മനസാക്ഷി പോലും നിനക്കെതിരായി തിരിയുമ്പോൾ ആമേൻ ആത്മാവിനാൽ നിറച്ചവൻ, ആത്മാവിനാൽ നിറച്ചവൻ, ആത്മാവിനാൽ തെരഞ്ഞെടുത്തവൻ,
പദ്ധതിയില്ലേ? അവൻ പദ്ധതിയുള്ളവൻ. അവൻ പ്രതീക്ഷയോട് നോക്കിയിട്ട് പറയുക, ഇന്ന് നീ എന്നെ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് നീ എഴുന്നേൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് നിന്റെ കരമുയർത്തുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് നിന്റെ വായ തുറക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഇന്ന് നീ എന്റെ ആത്മാവിന് കീഴ്പ്പെടാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് എന്റെ സന്നിധിയിൽ നീ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് എന്റെ സന്നിധിയിൽ നീ അപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോഴും എന്റെ ബലം സർവശക്തിയോടെ നിന്നിൽ വ്യാപരിക്കും. ആത്മാവിൽ തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Praise God. ഈ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തെ നമ്മൾ ലേവ്യ പുസ്തകം പഠിച്ചാൽ 18-ാം അധ്യായം പഠിച്ചാൽ അവിടെ നിന്ന് പോണം. അതിനകത്ത് നമുക്ക് കാണാം, ഒരു വൃക്ഷത്തെ നട്ടാൽ 3 വർഷത്തിനുള്ളിൽ അതെന്ത് ചെയ്യും? കായ്ക്കണം. പക്ഷെ 3 വർഷം വരെ അതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആർക്കും ഭക്ഷിക്കാൻ എന്തോ ഇല്ല, അവകാശമില്ല. ഒരു വൃക്ഷം ഫലം കായ്ച്ചാൽ 3 വർഷം വരെ എന്തോ ഇല്ല, ഫലം കായ്ക്കാം. പക്ഷെ ആരും അതെന്ത് ചെയ്യരുത്, എടുക്കുകയോ തിന്നുകയോ ഒന്നും ചെയ്യരുത്. 4-ാമത്തെ വർഷം ആ വൃക്ഷത്തിന്റെ ഫലം എവിടെ കൊണ്ടുവരണം? ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. 5-ാമത്തെ വർഷമേ അതിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ലേവ്യ പുസ്തകം നമ്മളെ എന്ത് ചെയ്യുന്നത്? 18-ാം അധ്യായം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ തോട്ടക്കാരൻ ഉടമസ്ഥൻ 3-ാം വർഷം എവിടെ വന്നു? ശ്രദ്ധിച്ചേ, 3-ാം വർഷം വന്നപ്പോൾ ആമേൻ ഈ അധ്യയനം എന്തോ ഇല്ല, ഫലമില്ല. Praise God. അപ്പോ അവൻ കർത്താവ് പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 3 വർഷത്തിനുള്ളിൽ ഇത് എന്ത് ചെയ്യേണ്ടതാ? കായ്ക്കേണ്ടതാ. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കായ്ച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു പ്ലാന്റേഷൻ എന്ത് ചെയ്യാം? ഇതിനേക്കാളും 10 മടങ്ങ് കായ്ക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. ഇതിനെ വെട്ടിക്കളക എന്ന് പറഞ്ഞപ്പോ ആ തോട്ടക്കാരൻ കേട്ടോ, തോട്ടക്കാരൻ പറയുക, 1 വർഷം കൊണ്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം? നോക്കാം. 4-ാം വർഷത്തിൽ ഇത് കായ്ക്കുന്നെങ്കിൽ ഹല്ലേലൂയ, പ്രതീക്ഷ വയ്ക്കേ. നാം എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്ന്. അത് ആരുടെ കൂടെ? പുത്രനോട് കൂടെ അനുഗ്രഹം പ്രാപിക്കണമെന്ന്. അങ്ങനല്ലേ റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്? നാം ദൈവത്തിൽ അവകാശികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളുമാണെങ്കിൽ നാം ഫലം കായ്ക്കേണ്ടത് ക്രിസ്തുവിനോടുകൂടെ അവനിൽ വസിച്ച്, അവനോടുകൂടെ നടന്ന്, അവനോടുകൂടെ സംസാരിച്ച്, അവനോടുകൂടെ പഠിച്ച്, അവനോടുകൂടെ പ്രാർത്ഥിച്ച്, അവനെ പോലെ അനുരൂപപ്പെട്ടുകൊണ്ട് നാം നിൽക്കാൻ തയ്യാറാണെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളും ശൂന്യതയായിരിക്കാം. ആര് നോക്കിയാലും പറയും നീ പ്രയോജനമില്ലാത്തവനാണെന്ന്. എന്നാൽ 4-ാമത്തെ വർഷത്തിൽ എന്റെ നാഥൻ പറയുക, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഇവൻ ഫലം കായ്ക്കുമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാത്രി സമർപ്പിക്കുന്നവർക്ക് വേണ്ടി പുതുബലം പകരുന്ന ഒരു ദൈവഹിതം ഇവിടെ വെളിപ്പെടുകയാണ്. അത് സാധാരണക്കാരനല്ല, തോട്ടക്കാരൻ, പിതാവ്. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് കയറി വരുന്ന ഒരു കാര്യമുണ്ട്. ഈ പുത്രനെ യേശു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയാമോ? പിതാവേ, അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവരെ ഒക്കെ ഞാൻ എന്ത് ചെയ്തു? ഇതുവരെ സൂക്ഷിച്ചു. ആ നാശയോഗ്യനല്ലാതെ ആരും എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. എന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവരുടെ കൂടെ വാസം നിർത്തിയിട്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നാൽ ഞാനും പിതാവ് ഒന്നാകുന്നത് പോലെ ഇവര് ഒന്നാകേണ്ടതിന് ഇവരെ എന്ത് ചെയ്തോണം? കാത്തുകൊള്ളണം. കാക്കുന്നത് സാധാരണയല്ല. ആ പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. അന്നേരം പിതാവ് കൊടുത്തൊരു മറുപടി ഉണ്ട് കേട്ടോ. അത് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനത്തിൽ.
അവൻ ഞാൻ അവരിൽ വസിക്കുകയും അവരെനിക്ക് മക്കളും ഞാൻ അവർക്ക് പിതാവുമായിരിക്കും. ശ്രദ്ധിച്ചേ, അങ്ങനെയല്ലേ സ്വതന്ത്രം 2 കൊരിന്ത്യർ 6 അധ്യായം അവസാന 2 വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പിതാവ് പറയുന്നത് ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരുടെ നടുവിൽ നടക്കും, അവരെനിക്ക് മക്കളായിരിക്കും, ഞാൻ അവർക്ക് പിതാവായിരിക്കും. എന്നിട്ട് 7 അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാ: ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തേക്കാൻ പറഞ്ഞ കാര്യം എന്നറിയാമോ? വസിക്കുന്നവൻ സാധാരണക്കാരനല്ല, വസിക്കുന്നവൻ സകലത്തെ നിർമ്മിച്ചവൻ. ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, അല്ലെങ്കിൽ താൻ മാത്രം അമർത്യതയുള്ളവൻ, അക്ഷയനായ ദൈവം. ആ ദൈവത്തിന്റെ ആത്മാവാണ് ഇന്നത്തെ രാത്രിയിലും നമ്മളെ ഈ പ്രസംഗം കേൾപ്പിക്കുവാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വചനം അവൻ ശ്രമിക്കുവാൻ, ഈ വചനം കേൾക്കേണ്ടതിന്, ബലം പ്രാപിക്കേണ്ടതിന് ഇപ്പോഴും പിതാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നല്ല ആഗ്രഹത്തിനായി ഒരു സ്തോത്രം ചെയ്യുന്നു. ഒറ്റപ്പദം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഫലം കായ്ക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ചെയ്യും. 1 വർഷം കൂടെ അവസരത്തിൽ നമ്മുടെ ചില രീതികളൊക്കെ കേട്ടുകഴിഞ്ഞാൽ വളരെ വിഷമം തോന്നും കേട്ടോ. നമ്മൾ ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഞാൻ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് പലരും എന്ത് ചെയ്തത്? നല്ല ഓപ്ഷനെ തിരഞ്ഞെടുത്തത്. ഒന്ന്, നരകമുള്ളത് കൊണ്ടാണ് പലരും എവിടെ പോകാൻ ആഗ്രഹിച്ചത്. ഈ നരകം എന്ന് പറയുന്ന സംവിധാനം ഇല്ലെങ്കിൽ ഇത്രയും പോലും എന്ത് ചെയ്തില്ല, കേർത്തില്ല. ഹലോ, എന്നാൽ ഈ നരകവും സ്വർഗവും ഒന്നും ഇല്ലാതെ യേശുവിനെ സ്നേഹിക്കാൻ താല്പര്യമുള്ളവരൊന്ന് സ്തോത്രം ചെയ്തേ. യേശുവാണോ വേണ്ടത്, സ്വർഗമാണോ വേണ്ടത്? പ്രവർത്തനം മനസ്സിലിരുന്നാൽ മതി. 2 പേര്. യേശു വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. തോമാച്ചനോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴി നീ അറിയുന്നു, നിങ്ങൾ അറിയുന്നു. കഴിഞ്ഞ 3.5 വർഷക്കാലം നടന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴി നിങ്ങൾ അറിയുന്നു. അന്നേരം തോമാച്ചൻ ചോദിച്ചു, ആ വഴിയൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം. പ്രൈസ് ഗോഡ്. അന്നേരം യേശു പറഞ്ഞു, എടാ, നീ പോകാൻ പോകുന്ന സ്വർഗത്തെക്കാളും വലിയവൻ ഞാനാ. ആമേൻ. അവൻ ഞാനാണ് വഴിയും സത്യവും ജീവനും. നീ ഇവിടെ കർത്താവിനോട് കൂടെ നടന്നാൽ നിശ്ചയമായും അവൻ ഇരിക്കുന്നിടത്താണ് നീ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ ഇന്ന് ക്രിസ്തുവിനോടുകൂടെ ഇവിടെ ജീവിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ നടക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ചിന്തിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ പ്രവർത്തിക്കുന്നു, ക്രിസ്തുവിന്റെ ആമേൻ ക്രിസ്തുവിനോട് അനുരൂപമായി നിൽക്കുന്നു. വായിക്കുന്നേ, അവൻ നമ്മെ മുൻ നിയമിച്ചത് ക്രിസ്തുവിനോട് അനുരൂപപ്പെടാനല്ലേ? ആണോ? എനിക്ക് സ്വർഗത്തെക്കാൾ വലുതായ യേശു. ഹലോ, സ്വർഗമില്ല. ഇവിടെ ക്രിസ്തുവില്ലാതെ സ്വർഗം ആഗ്രഹിക്കുന്ന ഒത്തിരി ശിഷ്യന്മാരെ ഞാൻ കണ്ടു കേട്ടോ. അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ, നീ എപ്പോഴാ രാജ്യം സ്ഥാപിക്കുന്നത്? കാരണം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ദാവീദിനോടും അബ്രഹാമിനോടും അരുളി ചെയ്ത ആ ലാൻഡ് എപ്പോഴാണ് ഒരുക്കപ്പെടുന്നത്? നീ എപ്പോഴാ രാജാവായിരിക്കുന്നത്? താൻ്റെ രാമച്ചോന്ന് പറഞ്ഞു കേട്ടില്ലേ, എന്റെ പൊന്നെ യേശു, എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ള എന്റെ ഈ 2 മക്കളെ, ഇടിമക്കളെ 2 പേരെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നിയത്. സ്വതന്ത്രം പറഞ്ഞു. വേറെ ചിലരുടെ ഒരു ആഗ്രഹം കേട്ടോ, കർത്താവേ, ഞങ്ങൾക്ക് സ്വർഗത്തിലല്ല. സ്വതന്ത്രത്തില്ല. ചിലരുടെ ആഗ്രഹം, ചിലരുടെ ആഗ്രഹം ഞങ്ങളിൽ ആരെ വലിയ. നിങ്ങൾ കേട്ടോ, ഈ ലോകത്തിലെ സംവിധാനമായിരുന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നിടം വരെ വ്യാപരിച്ചത്. അവരുടെ ചിന്ത ഭൗമികമായിരുന്നു, ഭൗതികമായിരുന്നു. കേട്ടോ, കേവലം സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന നല്ലതാണ്, പക്ഷേ സ്വർഗത്തെക്കാളും അത്യുന്നതനായ കർത്താവിനോടുകൂടെ വസിക്കുന്നത് അത്യുത്തമമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആ ക്രിസ്തുവിനോടുകൂടെ വസിച്ച്, ക്രിസ്തുവിനോടുകൂടെ നടന്ന്,
ക്രിസ്തുവിനോടുകൂടെ ചിന്തിച്ച്, ക്രിസ്തുവിനോടുകൂടെ നന്മ പ്രവർത്തിച്ച്, ക്രിസ്തുവിനോടുകൂടെ നന്മ ചെയ്ത്, ക്രിസ്തുവിനോട് ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഈ ബാബുചാരി കുടുംബത്തെ ഒന്നും മറക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഒരിക്കലും മറക്കത്തില്ല. അവർക്ക് അവരുടെ ശരീരം ബലഹീനമാകുമ്പോഴും അവർക്ക് കർത്തൃദാസന്മാരെ സൽക്കരിക്കാൻ, ഞാനത് അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, പ്രശംസിക്കാനില്ല. ആ നന്മ ആമേൻ സന്നിപാസ്ഥാനത്തെ വലിച്ചാൽ ഇവരെയൊക്കെ ആമേൻ ആ കൂട്ടായ്മ പ്രാപിക്കാൻ എനിക്ക് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരാരും കേട്ടോ നന്മ ചെയ്യാത്തവരല്ല, നല്ല ചിന്താഗതി ഇല്ലാത്തവരല്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുക, ഒരിക്കൽ കൂടെ അവൻ നിന്നെ ചെത്താൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ഇതുവരെ കായ്ക്കാത്തത് ചിലത് കായ്ക്കേണ്ടതിനാണ്. ഈ രാത്രിയിൽ ഒരു സൗഖ്യം നടക്കുന്നതിന് വേണ്ടി ആത്മാവിടെ വ്യാപരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആ ആത്മാവ് നമ്മുടെ ശരീരത്തെ ഇന്ന് രാത്രി ബലപ്പെടുത്തും. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമ്മെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. എന്നറിയോ? ഈ കായ്ക്കാത്ത അത്തിയുടെ കഥ പറഞ്ഞേച്ച് അല്ലെങ്കിൽ അനുഭവം പറഞ്ഞേച്ച് നേരെ പോകുന്നത് ഒരു കൂനിയായ സ്ത്രീയിലേക്കാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. 18 സംവത്സരം എന്താ വെച്ചാൽ കൂനിയ. ഇനി നോക്കി, ആ സ്ത്രീയിൽ വ്യാപരിച്ച ആ ലോകാത്മാവിനെ കർത്താവ് വിശേഷിപ്പിച്ചത് ഒരു ബാധയെന്നല്ല. ആണോ? പിശാചല്ല. പിശാചം ആ രോഗമാത്രം കൊണ്ട് ആരാ? 18 സംവത്സരമായിട്ട് അതെത്തിയ. പക്ഷേ ഈ പൈശാചികമായ ദണ്ഡനം താൻ അനുഭവിക്കുമ്പോഴും തന്റെ അകത്തെ ആത്മാവ് സംബന്ധിച്ച ഒറ്റ ആരാധന മുടക്കിയിട്ടില്ല. ഇതെന്തിലുണ്ട്? അയ്യോ, ഞാൻ പൈശാചികമായി പിടിക്കപ്പെട്ടതാണ്. ആ നിരാശയിലാകുന്നതിന് പകരം ഈ കഷ്ടതയുടെ നടുവിലും എന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ബോധ്യം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, അവൻ നിന്റെ കഷ്ടതയുടെ നടുവിൽ കേട്ടോ, അവൻ എത്ര വലിയ പൈശാചിക ശക്തികൾ നിനക്ക് ചുറ്റി അലറി വിളിച്ചാലും, ഏതെല്ലാം പർവ്വതങ്ങൾ നിന്നെ അവൻ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞാലും, എത്ര വലിയ കുഴികൾ നിന്നെ അകപ്പെടുത്തുമെന്ന് പറഞ്ഞാലും, അതിനെ നിരപ്പാക്കുന്ന, ആ കുഴികളെ നികത്തുന്ന ഹല്ലേലൂയ പർവ്വത സമമായ പൈശാചിക തലകളിൽ നിന്ന് നിന്നെയും നിന്റെ തലമുറകളെ വിടുവിക്കുന്ന ഒരു അത്യുന്നതന്റെ കരം ഈ രാത്രിയും ഇവിടെ നമ്മെ കാണുന്നവനാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇന്ന് രാത്രിയിൽ ചിലത് ശരീരത്തിന് അവൻ കർത്താവിന്റെ സൗഖ്യം, കർത്താവിന്റെ സ്നേഹമുള്ള കണ്ണുകളാൽ, കർത്താവിന്റെ സ്നേഹമുള്ള കരങ്ങളാൽ, കർത്താവിന്റെ ആ സ്വർഗീയ ശക്തി ഇന്ന് പലർക്കും അവരുടെ തലമുറകൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിൽ അവരുടെ ശാരീരിക ബലഹീനതകൾക്ക് വേണ്ടി ഈ രാത്രിയിൽ വെളിപ്പെടുന്ന വിശ്വാസമുള്ളവർ അവൻ ആത്മാവിലും ആരാധിച്ച് പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ നാം വെറുതെ കളയരുത്. അവൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ ഇന്ന് പകൽക്കാലം പിശാചിനെ ഏൽപ്പിക്കാനല്ല, പിശാചിനോട് ഈ രാത്രി നാം ഒരുമിച്ച് പറയുക, നിനക്കെന്നെ തൊടാൻ സാധ്യമല്ല. ഒരുപക്ഷേ എന്റെ ശരീരം ബലഹീനമാണ്, എന്നാൽ എന്റെ ആത്മീയ മനുഷ്യനെ യഥാർത്ഥമായി കാണുന്ന ഒരു സ്വർഗീയ പിതാവ് ഇന്ന് രാത്രി അധികം ഫലം കായ്ക്കേണ്ടവന് അവൻ എന്നെ സൗഖ്യമാക്കുന്നവനാണ്, അവൻ എന്നെ ബലപ്പെടുത്തുന്നവനാണ്, അവൻ എന്നെ ആരോഗ്യത്തോടെ നിർത്തുന്നവനാണെന്ന് വിശ്വാസമുള്ള ദൈവത്തിന്റെ സ്തോത്രം. പറയട്ടെ, ഈ സ്ത്രീ, നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ മഴ മതി നമ്മുടെ ആരാധന മുടക്കാല്ലേ. ഇന്നത്തെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സന്നിപാസ് 55 വർഷത്തിൽ 50 വർഷം എടുത്തു. 50 വർഷമായി കർത്താവിനെ ആരാധിക്കുന്നു. ഓക്കെ, അമ്മച്ചി ആദ്യം വിശ്വാസമാണ് ആരാധിക്കുന്നത്. 50 വർഷത്തിലും അന്യമിനി കേൾക്കാത്ത, ദാവീദിനെ കുറിച്ച് കേൾക്കാത്ത ഒറ്റ ഞായറാഴ്ച ഇല്ല. സ്വതന്ത്രം പറഞ്ഞേ. ഹലോ, 50 വർഷമായിട്ട് ഭാഷമാരെല്ലാം കൂടെ ചെങ്കടൽ എന്ത് ചെയ്തതാണ് പറഞ്ഞേച്ചാ. എന്നെ മാനസികമായി എന്തുകൊണ്ടാണ് പറയുന്നത്? പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നത്, പഴയ നിയമം നിങ്ങളെ ഭൗതികമായും അനുഗ്രഹിക്കുന്നതാണെങ്കിൽ, നമ്മളെ മാനസികമായി ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുന്ന ആത്മാവിന്റെ ഏറ്റവും വലിയ വാളാണ് പുതിയ നിയമം.
നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഉണ്ടാകുന്നില്ല. നട്ടപ്പോഴും ഒരു കൊട്ട പൈസ മനസ്സിലായില്ലേ? കാരണം ഞാനൊരു വീട്ടിൽ 30 ദിവസം താമസിച്ചു. സൗദി അറേബ്യയിൽ 30 ദിവസം അമ്മ വായിച്ചത് സങ്കീർത്തനം. സ്തോത്രം പറഞ്ഞില്ല. 30 ദിവസം എന്താ വായിച്ചത്? 30-ാമത്തെ ദിവസം ഞാൻ വഴക്ക് പറഞ്ഞേച്ചു പോന്നു. ഞാൻ അമ്മാവനോട് ചോദിച്ചു, സങ്കീർത്തനം എത്ര ഉണ്ട്? 150. ഇതൊക്കെ അറിയാം. യോഹന്നാന്റെ ലേഖനം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് അറിയത്തില്ല. ആർക്ക്? ഹലോ, സ്തോത്രം പറഞ്ഞില്ല. ഇവിടെ ഉള്ളവരാരും അങ്ങനല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിന്റെ ആത്മാവ് ഭൗമികതയല്ല വെളിപ്പെടുത്തുന്നത്. ഏത് ശൂന്യതയുടെ നടുവിലും ആത്മാവിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മ നമ്മളിലില്ലേ? അങ്ങനെയുള്ളവർ കർത്താവിനെ സ്തോത്രം ചെയ്ത് നിർത്തട്ടെ. പ്രാർത്ഥിക്കാൻ പോവാ. എൻ്റെ സമയത്ത് ഇന്ന് എനിക്ക് സമയം തന്നെ ഇനി 2-3 മിനിറ്റുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ നിർത്തുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഇവിടെ യേശു ഉപയോഗിച്ച ഒരു പദം കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. യേശു അവളെ സൗഖ്യമാക്കാൻ കാരണമുണ്ട്. അവൾ 18 സംവത്സരം വന്നതുകൊണ്ടല്ല കേട്ടോ. ഹലോ, ആ വർഷങ്ങളിൽ ഒന്നും കർത്താവ് പറയുന്നില്ല. ഒറ്റ വാക്കേ പറയുമ്പോഴും ഇവൾ അബ്രഹാമിന്റെ സന്തതിയാണ്. ഇവൾ ആരാ? ഇവൾ അബ്രഹാമിന്റെ സന്തതിയാണ്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിന്റെ സന്തതിയുടെ അവകാശമായ രോഗസൗഖ്യം ആണോ? സ്തോത്രം പറഞ്ഞേ. കാരണം അബ്രഹാമിന്റെ സന്തതിയുടെ ഒരു വിശേഷതയുണ്ട് കേട്ടോ. അവൻ ഭൗതികമായി കണ്ടിട്ട് വിശ്വസിക്കുന്നവനല്ല, കാണാതെ വിശ്വസിക്കുന്നവനാണ്. കാണാതെ വിശ്വസിക്കുന്ന ഒരു അക്കാര്യം ഒന്ന് ഉയർത്തിക്കുകയും കാണാതെ വിശ്വസിക്കുന്ന ഒരു അക്കാര്യം ഒന്ന് ഉയർത്തിക്കുകയും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചിലരെ കർത്താവ് ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കും എന്ന് ഈ വചനം എനിക്ക് വെളിപ്പാട് തരുന്നു. സ്തോത്രം. അത് ഒരു പക്ഷേ നമ്മുടെ കൂടാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ തലമുറ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അലക്സ് പാസ്റ്റേ നീതിയോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ വിതയ്ക്കുന്നിടത്ത് കേട്ടോ, ശൂന്യതയിൽ നിന്ന് ചിലതിനെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ കാണാൻ പോവുക. സന്നിപാസ്റ്റേ ശക്തമായി പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകൾ പോലെ അല്ല സ്വർഗത്തിലെ ദൈവം ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. ഇതുവരെ ശബ്ദിക്കാത്ത ചില ശബ്ദങ്ങൾ, ആലോചനകൾ, വെളിപ്പാടുകളിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തുന്ന ഒരു പ്രത്യേക ചൈതന്യം. കഴിഞ്ഞ വർഷങ്ങളിലില്ലാത്ത ഒരു പുതിയ വിളവെടുപ്പ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വാഗ്ദത്തം നൽകുകയാണ്. സ്വതന്ത്രം പറഞ്ഞേ പുതിയ ഒരു സംവത്സരത്തെ കേട്ടോ. ദൈവത്തിന് പ്രയോജനപ്പെടുന്നു. 4-ാം വർഷം ദൈവത്തിനും 5-ാം വർഷം നമുക്കും. സ്വതന്ത്രം. അങ്ങനെ 2 വർഷത്തിന്റെ അനുഗ്രഹമായ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നു. കാരണം നാം അബ്രഹാമിന്റെ സന്തതിയാകുകയാണ്. രോഗസൗഖ്യം നമ്മുടെ അവകാശമാകുകയാണ്. നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. പുത്രത്വത്തിന്റെ ആത്മാവിടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ മഹത്വം ഇവിടെ വ്യാപരിക്കട്ടെ. പുതിയ ചില വർഷങ്ങളെ ദൈവം നമുക്ക് ദാനം നൽകുമ്പോൾ കഴിഞ്ഞ കാല വർഷങ്ങളെ പോലെയല്ല, ഇന്ന് രാത്രി അത് ആരംഭിക്കുകയാണ്. ഈ വചനം കേൾക്കുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് വ്യക്തമായി ഇടപെടുന്നു. കഴിഞ്ഞ ശൂന്യതയുടെ വർഷങ്ങൾ മാറി, കഴിഞ്ഞ സൗഖ്യമില്ലാത്ത വർഷങ്ങൾ മാറി, കഴിഞ്ഞ സകലതും അറിയപ്പെട്ടു എന്ന് പറഞ്ഞ വർഷങ്ങൾ മാറി. ഇന്ന് രാത്രി പുതിയ വർഷങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്താൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, പ്രത്യേകിച്ച് ജോൺ തോമസ് പാസ്റ്ററോടും എല്ലാ കർത്തൃദാസന്മാരോടും നന്ദി പറയും.